പ്രിയപ്പെട്ട അച്ഛ, അമ്മേ, നിങ്ങളെന്നോട് ക്ഷമിക്കണം. ഞാൻ എടുക്കുന്ന തീരുമാനം ഒരിക്കലും നിങ്ങളെ കൊണ്ട് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. എൻ്റെ മുന്നിൽ വേറെ വഴിയില്ല. ഐ എം ടയർഡ് ഓഫ് ദിസ്, ഫിസിക്കലി ആൻഡ് ഇമോഷണലി. ഇത്രയും അപമാനം സഹിച്ച് ജീവിക്കുന്നത് എന്തിനാണ്? ഇത്രയും നാൾ നിങ്ങളെക്കുറിച്ച് ഓർത്ത് മാത്രമാണ് ഞാൻ എല്ലാം സഹിച്ചത്. നിങ്ങൾക്കറിയാം എന്തെല്ലാം സ്വപ്നങ്ങളുമായാണ് ഞാൻ ഈ കോളേജിൽ വന്നതെന്ന്. പക്ഷേ ഇവിടെ ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഞാൻ ആഗ്രഹിച്ചതോ ചിന്തിച്ചതോ ഒന്നുമല്ലാത്ത കാര്യങ്ങളാണ്. ഇതൊന്നും സഹിക്കാൻ എനിക്ക് വയ്യ അമ്മേ. മടുത്തു, ശരിക്കും മടുത്തു. ഇനിയും വയ്യ ഒരു കോമാളിയാവാൻ. എന്താ നിനക്ക് പറ്റിയത്? എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാൻ മടുത്തടി ഈ ജീവിതം. എത്രയെന്ന് വെച്ച് ഇതെല്ലാം സഹിക്കുന്നത്? സഹിക്കുന്നതിനൊരു പരിധിയൊക്കെ ഇല്ലേ? ഓരോ ദിവസം അവരുടെ ഉപദ്രവം കൂടി കൂടി വരിക. എന്നെക്കൊണ്ട് ഇനി ഒട്ടും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഞാൻ മടുത്തു, ശരിക്കും ഞാൻ മടുത്തു. എന്നും പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നത്? ഞാൻ വേറെ എന്ത് ചെയ്യാനാ? നീ തന്നെ പറ, വേറെ എന്ത് ചെയ്യും ഞാൻ? ഇത്ര നാളെ എൻ്റെ അച്ഛനെ അമ്മയെ ഓർത്തിട്ട് ഞാൻ പിടിച്ചു നിന്നത്. ഇനി എന്നെ കൊണ്ടത് പറ്റത്തില്ല. നീ എന്താടി ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? നമുക്ക് എന്തോരം വഴികളുണ്ട് ഇതിനെതിരെ ചെയ്യാൻ വേണ്ടി. നമ്മുടെ കോളേജിൽ നമ്മുടെ ടീച്ചേഴ്സിനോടോ മെൻറ്റേഴ്സിനോടോ ആരോടെങ്കിലും നമുക്കൊന്ന് പറഞ്ഞു നോക്കണം. ഇതല്ലെന്നുണ്ടെങ്കിൽ ആൻറ്റി റാഗിങ് സ്ക്വാഡ് ഉണ്ട്, കമ്മിറ്റി ഉണ്ട്, എവിടെയെങ്കിലും നമുക്ക് റിപ്പോർട്ട് ചെയ്ത് നോക്കാന്നേ. നമ്മുടെ കോളേജുകളിൽ നീ കണ്ടിട്ടില്ലേ പോസ്റ്റർ എല്ലാം ഒട്ടിച്ച് വെച്ചിരിക്കുന്ന നമ്പേഴ്സും ഇമെയിൽ ഐ ഡിയും? ഇവിടെ ഏതെങ്കിലും വഴി നമുക്കൊന്ന് റിപ്പോർട്ട് ചെയ്ത് നോക്കാം. ഇനി ഇതൊന്നും നിന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആൻറ്റി റാഗിങ് സ്ക്വാഡുകളിൽ ഒരു വക്കീലും ഒരു പോലീസ് ഓഫീസറും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ നീ? നമുക്ക് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കാം. നമ്മൾ ഇതിനോട് പ്രതികരിക്കുകയാണ് വേണ്ടത്. റാഗിങ്ങിനോടുള്ള മൗനം അതിനെ അംഗീകരിക്കുന്നതിനോട് സമാനമാണ്. സേ നോ ടു റാഗിങ്.